KTU 2019 സ്കീമിൻ്റെ S5 ട്രിപ്പിളിയുടെ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ തിയറിയാണ്. ഇതിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ പ്രോഗ്രാംസും അതുപോലെ ഡിലേ സബ് റൂട്ടീൻ്റെ പ്രോഗ്രാമിങ്ങും ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മളിതിൽ തിയറി പോർഷനിൽ ആദ്യം വരുന്ന സ്റ്റാക്കാണ്. സ്റ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ യൂസർ ഡിഫൈൻഡ് റാമിലെ ഒരു ടെമ്പററി സ്റ്റോറേജാണ് നമ്മൾ സ്റ്റാക്കിൽ ഡിഫൈൻ ചെയ്യുന്നത്. സ്റ്റാക്കിൻ്റെ മെയിൻ രണ്ട് ഓപ്പറേഷനാണ് പുഷും പോപ്പും. പുഷ് ചെയ്യുന്ന കേസിൽ സ്റ്റാക്ക് പോയിൻ്റർ ഡിക്രിമെൻറ്റഡ് ബൈ 2 ആയിരിക്കും. പോപ്പ് ചെയ്യുന്ന കേസിൽ സ്റ്റാക്ക് പോയിൻ്റർ ഇൻക്രിമെൻറ്റഡ് ബൈ 2 ആയിരിക്കും. അതായത് എലമെൻസിനെ പുഷ് ചെയ്ത് സ്റ്റാക്കിലേക്ക് ഇടുമ്പോൾ പുഷും, റിട്ടേൺ പറയുമ്പോൾ പോപ്പും, ഫ്രം ദ സ്റ്റാക്ക് വരുമ്പോൾ പോപ്പ്, ടു ദ സ്റ്റാക്ക് ആകുമ്പോൾ പുഷ്. ഇതാണ് രണ്ട് കേസ് പറയുന്നത്. നെക്സ്റ്റ് സബ് റൂട്ടീൻ. നമ്മളിപ്പോൾ ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതുമ്പം അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മളൊരു മെയിൻ പ്രോഗ്രാമിന് യൂസ് ചെയ്യാൻ വേണ്ടി ഇതിനെ നമ്മളൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് റൈറ്റ് ചെയ്യും. അതിനെ നമ്മൾ ഈ സബ് റൂട്ടീനിൽ പറയുന്നത്. ഇപ്പം മെയിൻ പ്രോഗ്രാമിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സാധനം നമ്മൾ എപ്പോഴും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. പകരം എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ സെപ്പറേറ്റ് എഴുതിയിട്ട് എപ്പോഴാണോ മെയിൻ പ്രോഗ്രാമിൽ ഇത് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഈ സബ് റൂട്ടീനെ കോൾ ചെയ്യും. ഇത് കോൾ ചെയ്യാൻ വേണ്ടി മെയിൻലി കോൾ ആൻഡ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. ഇത് ഫസ്റ്റ് മൊഡ്യൂളിലും ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്സാണ്. കോള് ഉണ്ട്, റിട്ടേൺ ഉണ്ട്. കോൾ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന കറണ്ട് പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൽ ഓൾറെഡി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവും. അതിനെ നമ്മുടെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സബ് റൂട്ടീൻ്റെ അഡ്രസ്സ് നമ്മുടെ PC-യിലേക്ക് ലോഡ് ചെയ്ത് സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യും. ഈ സബ് റൂട്ടീൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ റിട്ടേൺ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും. ഈ എക്സിക്യൂഷൻ എന്ത് ചെയ്യും, തിരിച്ച് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ പോകും. അപ്പോൾ നമ്മുടെ സ്റ്റാക്കിൽ ഓൾറെഡി നമ്മുടെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനെ റിട്ടേൺ എടുത്തിട്ട് അവിടെ നിന്നായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ മെയിൻ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നത്. സെയിം തന്നെ നെക്സ്റ്റ് പുഷും പോപ്പും PSWൻ്റെ കേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുഷും പോപ്പുമാണ് പറയുന്നത്. അതായത് നമ്മുടെ 16 ബിറ്റ് PSWൻ്റെ 16 ബിറ്റ് കണ്ടൻറ്റ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് അക്യുമുലേറ്ററിലെ ഫ്ലാഗ് രജിസ്റ്ററിലെയും കണ്ടൻറ്റ്. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. നമ്മുടെ അക്യുമുലേറ്ററിലും ഫ്ലാഗിലും 2 വാല്യൂസ് ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റാക്ക് പോയിൻ്റർ ഇപ്പോൾ ഒരു പോയിൻറ്റിനെ സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റാക്ക് പോയിൻ്റർ ഒരു പൊസിഷൻ ഡിക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് ആ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യും. ദെൻ വൺസ് അഗെയിൻ ഒരു വട്ടം കൂടെ സ്റ്റാക്ക് പോയിൻ്റർ ഡിക്രിമെൻറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഫ്ലാഗിലെ കണ്ടൻറ്റ് അതിലേക്ക് സ്റ്റോർ ചെയ്യും. അതാണ് പുഷിൽ പറയുന്നത്. സെയിം തന്നെ പോപ്പിൽ ചെയ്യും. നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഇവിടെ സ്റ്റാക്ക് പോയിൻ്റർ ഇൻക്രിമെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്.